പ്രണയം ഒരു തടവറയാണ്. സൗഹൃദം അതൊരു ആകാശമാണ്. ആ ആകാശത്തിൽ നമുക്ക് പറന്നു നടക്കാം എന്നൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ബുക്കിനെ കുറിച്ചാണ്. പ്രണയത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് വായനക്കാരെ കൊണ്ടെത്തിക്കുന്ന കമലാ സുരയ്യയുടെ വണ്ടിക്കാളകൾ എന്ന് പറയുന്ന ഒരു നോവലിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന നോവൽ, വണ്ടിക്കാളകൾ ബൈ കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടി. കമലാ സുരയ്യ ഭയങ്കരമായിട്ട് മലയാള സാഹിത്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു എഴുത്തുകാരൻ. റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. കാരണം കൺഫെഷണൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുകളിൽ ഒരാളാണ്. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം കണ്ടപ്പം പെട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കിയത്. ഇത് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം കുറേ നാളായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും വായിച്ചേക്കാം. പക്ഷേ വായിച്ചു തുടങ്ങുമ്പോഴാണ് ഈ സീരിയസ്ലി കമലാ സുരയ്യയുടെ കഴിവ് നമുക്ക് മനസ്സിലാവുന്നത്. ബേസിക്കലി കമലാ സുരയ്യ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ എഴുതി കിട്ടും. നമുക്കപ്പോൾ ആലോചിക്കും ഇതൊക്കെ നടക്കൂടെ, ഇതൊക്കെ ഉള്ളതാന്നോടെ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഈ ഒരു കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുറപ്പായി, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉണ്ടാകത്തില്ല. പക്ഷേ ആക്ച്വലി നടന്നിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. അതാണ് ഈ കഥയുടെ പ്രത്യേകതയും ഈ നോവലിൻ്റെ വിജയവും. ഈ നോവലിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മഹാനഗരത്തിലെ ഒരു വലിയ ആശുപത്രി എന്ന് പറയുമ്പം ചെറിയ നമ്മുടെ നാട്ടിലെ ആശുപത്രി കൂട്ടൊന്നുമല്ല. അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അവിടുത്തെ ഡോക്ടറിൻ്റെ കഴിവുകൊണ്ട് ആളുകൾ ചികിത്സിക്കാനും മറ്റുമായിട്ട് വരുന്ന ഒരാശുപത്രി. അവിടുത്തെ മെയിനായിട്ടുള്ള ഡോക്ടർ, പുള്ളിയുടെ ജീവിതം എന്ന് പറയുമ്പം ആ ഒറ്റ ഇതിലല്ല കഥ പോകുന്നത്. ഈ കഥയുടെ ഓരോ ഘട്ടം എത്തുമ്പോഴും ഓരോരോ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവരുടെ ജീവിതം വരുന്നുണ്ട്. അറൗണ്ട് 4 ക്യാരക്ടേഴ്സും അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളും, പ്രത്യേകിച്ച് അവരുടെ പ്രണയം, സൗഹൃദം, കാമം, അങ്ങനത്തെ വികാരങ്ങൾ, മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങളെയാണ് മാധവിക്കുട്ടി ഈ നോവലിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. സോ ഈ 4 കഥാപാത്രങ്ങളുടെ ജീവിതം പല വഴിക്ക് പോകും. നോവലിൻ്റെ അവസാനം എത്തുമ്പോൾ ഇതെല്ലാം ഒരിടത്ത് വന്ന് നിൽക്കും. അവിടെ നോവൽ തീർന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നോവൽ കഴിഞ്ഞു. പക്ഷെ അല്ല, ഇന്നത്തെ കാലത്ത് ഈ നോവൽ നടക്കുന്നുണ്ട്. ഈ നോവലിൽ പറയുന്ന പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതാണ് ഈ നോവലിൻ്റെ ഇപ്പോഴത്തെ കാലത്തെ ഒരു പ്രസക്തി. നോവൽ എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ കഥകളൊന്നുമല്ല, ഇതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയം കമലാ സുരയ്യ എടുത്തു വെക്കുന്നുണ്ട്. തൊലി കറുത്തുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ, താഴ്ന്ന ജാതിയായിപ്പോയെന്ന് കാരണം കൊണ്ട് അവഗണിച്ച് നിർത്തപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ വ്യക്തമായ രാഷ്ട്രീയം കമലാ സുരയ്യ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ നോവലിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. മിക്ക നോവലുകളിലും എനിക്ക് തോന്നുന്നു അങ്ങനെ അവർ ഡയറക്റ്റ്ലി, അതായത് പച്ചയ്ക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ചില മതങ്ങളിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളൊന്നുമല്ല, ഇത് സ്ഥിരം നടക്കുന്ന കാര്യം തന്നെയാണ്. അത് ഈ നോവലിൽ അത് ഭയങ്കരമായിട്ട് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേകൂട്ട് തന്നെ പറയുകയാണെങ്കിൽ ഈ പ്രണയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരാളെ മാത്രം പ്രണയിച്ച് ജീവിക്കുന്നതാണ്, അതോ ഒരുപാട് ആളുകളെ പ്രണയിക്കുന്നതാണ്, അതോ പ്രണയം ഇല്ലാതിരിക്കുന്നതാണ്? പ്രണയവും കാമവും ഒന്നാണോ? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ടോപ്പിക്കുകൾ കമലാ സുരയ്യയിൽ കവർ ചെയ്തിട്ടുണ്ട്. വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, ചിലപ്പോൾ ദഹിക്കാം. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. പക്ഷേ കമലാ സുരയ്യയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തൻ്റെ നിലപാട് എന്താണ്, ഇന്ന കാര്യങ്ങളിൽ തൻ്റെ നിലപാട് എന്താണ്. അതിതിലെ എല്ലാ ക്യാരക്ടേഴ്സും വിളിച്ചു പറയുന്നുണ്ട്. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും പറ്റണമെന്നുണ്ടാവില്ല. സോ ബേസിക്കലി ഈ നോവൽ എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ട്രെച്ച് ഇരുന്നങ്ങ് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. ലളിതമായിട്ടുള്ള ഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാണ്. അല്ലാതെ അവൻ്റെ കട്ടി വാക്കുകളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സോ ബേസിക്കലി നമുക്ക് ഈ നോവൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കണമെന്നൊന്നുമില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന് വേറൊരു തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇങ്ങനത്തെ നോവലുകളും കൂടെ ഒക്കെ വായിച്ചിരിക്കണം. അല്ലാതെ എപ്പോഴത്തേക്കും കൂട്ട് പ്രണയം അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം വായിച്ചാൽ പോരല്ലോ, ജീവിതവും കൂടെ മിക്സായിട്ടുള്ള കാര്യങ്ങൾ വായിക്കണമല്ലോ. സോ ബേസിക്കലി ഞാൻ ഈ ഒരു പുസ്തകം റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും വായിക്കാൻ. ഇതിപ്പം വായിച്ചില്ലെങ്കിൽ എന്താണ് നഷ്ടം? വായിച്ചില്ലെങ്കിൽ ഒരു നഷ്ടമില്ല. വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ ആശയങ്ങൾ കിട്ടും. അംഗീകരിക്കണമെന്നില്ല, എന്നാലും പുതിയ ഒരുപാട് ആശയങ്ങൾ ഈ ടെസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പം ഇത് മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്ര? 140 രൂപ എന്താണ് വരുന്നത്. ആമസോണിലും ബാക്കി ഓൺലൈൻ സൈറ്റുകളിലും കിൻഡലിലും എല്ലാം അവൈലബിൾ ആണ്. ബേസിക്കലി എനിക്ക് തോന്നുന്നത് മിക്ക ലൈബ്രറികളിലും ഉള്ള പുസ്തകമാണ്. സോ പറ്റുന്നവരൊക്കെ ഇതൊന്ന് എടുത്ത് വായിച്ചു നോക്കുക.
നല്ല രീതിയിൽ റെക്കമെൻഡ് ഞാൻ ചെയ്യുന്നതാണ്. നല്ല രസമാണ് വായിക്കാൻ. ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് ഒരു 5 മണിക്കൂർ മാക്സിമം പോയി കഴിഞ്ഞാൽ അതിനകത്ത് വായിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം നല്ലൊരു കഥയാണ്, വേറൊരു പെർസ്പെക്റ്റീവാണ്, വേറെ കുറേ ആശയങ്ങൾ വരുന്നുണ്ട്. സോ പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കുക. നമുക്കപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.